ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിൻ്റെ ആദ്യ കടമെടുപ്പ് ഈ മാസം 29-ന് 2000 കോടിയാണ് കടമെടുക്കാൻ പോകുന്നത്. ശമ്പളവും പെൻഷനും നൽകാനാണ് ഈ കടമെടുപ്പ്. ഈ വർഷം കടമെടുക്കാൻ സാധിക്കുന്നത് 45,000 കോടിയാണ്. സംസ്ഥാനത്തിൻ്റെ കടബാധ്യത ഇനിയിപ്പോൾ 6 ലക്ഷം കോടിയിലേക്ക് ഉയരുകയാണ്. അപ്പോഴാണ് വീണ്ടും ഈ കടമെടുപ്പ്. ജനം ബ്രേക്കിംഗ് നോക്കാം. നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ ശാലിനിയാണ് നൽകുന്നത്. ശാലിനി, ഈ 2000 കോടി കടമെടുക്കുന്നത് ശമ്പളവും പെൻഷനും നൽകാനാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ നമുക്ക് വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഒക്കെയായി വേറെയും കടമെടുക്കേണ്ടി വരും. നമ്മളായിട്ടൊന്നും കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഈ കടമെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ശാലിനി, എന്താണ് ഈ പുതിയ കണക്ക്? വീണ, കഴിഞ്ഞ സാമ്പത്തിക വർഷം 48,864 കോടി രൂപയാണ് വിവിധ പദ്ധതികൾക്ക്, പിന്നെ ഈ പറഞ്ഞതുപോലെ ശമ്പളം പെൻഷൻ അടക്കം നൽകാൻ സംസ്ഥാന സർക്കാർ കടമെടുത്തത് കേന്ദ്രത്തിൽ നിന്ന്. സമാനമായ സാഹചര്യം തന്നെയാണ് ഈ സാമ്പത്തിക വർഷവും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ മാസം 29-ാം തീയതി നടക്കുന്ന ലേലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ഫോർട്ട് ഓഫീസിലാണ് ഈ ലേലം നടക്കുന്നത്. 2000 കോടി രൂപ വാങ്ങാനായി അല്ലെങ്കിൽ കടം വാങ്ങാനായി അതിന്റെ കടപ്പത്രങ്ങളുടെ ലേലമാണ് ഈ മാസം 29-ന് നടക്കുന്നത്. അതായത് സംസ്ഥാനം 2000 കോടി രൂപ ഈ മാസം 29-ന് കടമെടുക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ നൽകാനുണ്ട്, ഒപ്പം തന്നെ വിവിധ പദ്ധതി വിഹിതങ്ങൾ നൽകാനുണ്ട്. ഇതിനൊക്കെയായി കോടികൾ സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാനം കേന്ദ്രത്തെ ആശ്രയിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഇല്ലാത്ത രീതിയിൽ കേന്ദ്രത്തെ ആശ്രയിച്ചുകൊണ്ട് മാത്രം, കടമെടുത്തുകൊണ്ട് മാത്രം ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കേരളമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ വിവിധ പദ്ധതികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ക്ഷേമ പെൻഷനുകൾ നൽകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ KSRTC കാർക്ക് ശമ്പളവും പെൻഷനും അടക്കം നൽകാൻ സംസ്ഥാന സർക്കാർ പണം നൽകുന്നുണ്ട്. ഈ പണം നൽകുന്നത് ഇത്തരത്തിൽ കടമെടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്തത്. കൂടാതെ വിവിധ ക്ഷേമ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നു. ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. ഈ മാസം തന്നെ 2 മാസത്തെ, അതായത് വരുന്ന മെയ് മാസം ഉൾപ്പെടെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യം. അതൊക്കെ ഈ 29-ാം തീയതിയിലെ 2000 കോടി രൂപ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളതാണ് വസ്തുതകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായി തന്നെ ക്ഷേമ പെൻഷനുകൾ നൽകാൻ വേണ്ടി മാത്രമല്ല, നിർമ്മാണ പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ കടമെടുക്കൽ സ്ഥിരമാക്കിയിരുന്നു. ഏകദേശം 45,000 കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുക. അതിൽ നിന്ന് കൂടുതൽ പരിധിയിൽ സംസ്ഥാനം കഴിഞ്ഞ വർഷം കടമെടുത്തിരുന്നു. അതുതന്നെ 29,000 കോടി രൂപ സംസ്ഥാനം നിലവിൽ ഈ വർഷം തന്നെ കടമെടുത്തിട്ടുണ്ട്. അത് കിഫ്ബി വഴിയാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ 29,000 കോടി രൂപ കഴിഞ്ഞുള്ള തുക, അതായത് 45,000 കോടി രൂപയിൽ ബാക്കി തുക മാത്രമാണോ ഇനി ഈ നടപ്പ് സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന് ലഭിക്കുക എന്നൊരു ആശങ്ക കൂടി സർക്കാർ തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ 2000 കോടി രൂപ ഇപ്പോൾ അടിയന്തരമായി സംസ്ഥാനം കടമെടുക്കാനുള്ള ലേലം ഈ 29-ാം തീയതി നടത്താൻ പോകുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷവും പല പദ്ധതികളും ഈ പണമില്ലാത്തതിന്റെ പേരിൽ വെട്ടിച്ചുരുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പദ്ധതി വീതങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതേസമയം തന്നെ വാർഷികാഘോഷ പരിപാടികൾ, ഒപ്പം തന്നെ സർക്കാരിന്റെ ആർഭാടവും ദൂർത്തും ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നു. ഈ ലഭ്യമാകുന്ന കോടികൾ, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നികുതി അടക്കം പിരിച്ചുകൊണ്ട് ആ പണം അടക്കം ഈ ആർഭാട പരിപാടികൾക്കായി മാറ്റിവെക്കുന്നു എന്നൊരു ആക്ഷേപം ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ ചടങ്ങുകൾ സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനും കോടികളാണ് ഖജനാവിൽ നിന്ന് വകമാറ്റുന്നത്. അതേസമയം തന്നെ ക്ഷേമ പെൻഷനുകൾ ലഭ്യമാകാതെ വിവിധ പദ്ധതികളുടെ, ലൈഫ് അടക്കമുള്ള ഭവന നിർമ്മാണ പദ്ധതികളുടെ അടക്കം വിഹിതം ലഭിക്കാതെ സംസ്ഥാനത്ത് ദുരിതം അനുഭവിക്കുന്നത് ആയിരക്കണക്കിനും 10,000-കണക്കിനും സാധാരണക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ വസ്തുതകൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും ഒരു കടമെടുക്കലിലേക്ക് സംസ്ഥാനം നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന്റെ നടപടികൾ സംസ്ഥാന സർക്കാർ വേഗത്തിലാക്കുകയാണ്. ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി തുക കടമെടുത്ത് സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടത് സർക്കാർ ശ്രമം നടത്തുകയും ചെയ്യുന്നത്. ആ കടമെടുക്കലിനെ കാര്യമായി തന്നെ വിമർശിച്ചുകൊണ്ട് പല നേതാക്കന്മാരും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും ആ ഒരു കടമെടുക്കലില്ലാതെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ ഈ സാമ്പത്തിക വർഷവും കഴിയില്ല എന്നുള്ളതാണ് ഈ 29-ാം തീയതിയിലെ നടപടിയിൽ നിന്നും ഒപ്പം തന്നെ ലേലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വീണ, ഓക്കെ, ശരി ശാലിനി. കടമെടുക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ അത്ര സുഖകരമായ കാര്യമൊന്നുമല്ല. കാരണം നമ്മുടെ തലയിൽ തന്നെയാണല്ലോ എല്ലാം വരിക. പക്ഷേ ഈ ശമ്പളവും ക്ഷേമ പെൻഷനും ഒക്കെ കൊടുക്കാനാണ് കടമെടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ വകമാറ്റാൻ മിടുക്കരാണ് നമ്മുടെ സർക്കാരിലുള്ള ആളുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ അത് കേട്ട് സന്തോഷിക്കുന്ന ഈ പെൻഷൻ ലഭിക്കുന്ന ആളുകളൊക്കെ
സന്തോഷിക്കുമ്പോൾ തന്നെ അത് കിട്ടുമോ എന്ന് കണ്ടറിയാം, അതോ വകമാറ്റി വേറെ വല്ലതിലേക്കും പോകുമോ എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒക്കെ നമുക്ക് നോക്കാം. കണക്കുകളൊക്കെ വിവരാവകാശ നിയമപ്രകാരവും അല്ലാതെയുമൊക്കെ നമുക്ക് കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ.